മലപ്പുറം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർന്നു വരേണ്ടതാണ് ഈ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ. കാരണം മലപ്പുറം എന്നത് കേവലമായ ഒരു പ്രദേശം മാത്രമല്ല, പ്രദേശത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് സംസ്ഥാനത്തിനകത്ത് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭജനാശയത്തെക്കുറിച്ചുള്ള സംസാരമാണ്. അത് വലിയ വിഷയമാണ്. അപ്പോൾ അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഉറക്കെ സംസാരിക്കേണ്ടതാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും. അത് പ്ലേസ് ചെയ്യുന്നതിൽ കോൺഗ്രസിന് ഏതാണ്ട് വിജയിക്കാൻ കഴിഞ്ഞു. കാരണം അതിൻ്റെ മറുപടികളാണല്ലോ നമ്മൾ കാണുന്നത്. അതിലവർക്ക് CPM-നെ കൊണ്ട് മറുപടി പറയിപ്പിക്കുക പ്രയാസമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നേരത്തെ നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഭിമുഖത്തെക്കുറിച്ച് പറഞ്ഞു. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കെതിരെ എടുക്കുന്ന നിലപാടുകൾ മുസ്ലിങ്ങൾക്കാകെ എതിരായ നിലപാടുകളായി ചില ആളുകൾ വ്യാഖ്യാനിക്കുകയാണെന്നൊരു ഭാഗം അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കെതിരെ എടുത്ത നിലപാടുകൾ എന്താണ്, നടപടികൾ എന്താണ്, എത്ര കേസുകളുണ്ട്, എത്ര UAPA ഉണ്ട്, എത്ര ഭീകരരെ പിടിച്ചു എന്ന ചോദ്യം കഴിഞ്ഞ 9 വർഷമായി ചോദിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവൊന്നുമില്ല. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ വസ്തുത എന്താണ്? മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെ ഞങ്ങൾ സ്വീകരിക്കുന്ന സമീപനങ്ങൾ, ഭീകര സംഘടനകൾക്കെതിരെ ഞങ്ങൾ സ്വീകരിക്കുന്ന സമീപനം മുസ്ലിങ്ങൾക്കാകെ എതിരാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. ശരി, ആ ഏത് മുസ്ലിം ഭീകര സംഘടനകൾക്കെതിരെയാണ് സംസ്ഥാന സർക്കാർ ഈ കാലത്ത് നടപടിയെടുത്തുള്ളത്? എത്ര ഭീകരരെ പിടിച്ചു? ക്വസ്റ്റനുണ്ടല്ലോ. രണ്ടാമത്, ആ ഹിന്ദുവിൻ്റെ ഇൻ്റർവ്യൂവിൽ തിരുത്തപ്പെട്ട PR ഏജൻസി കൊടുത്താണ് ഒരു മാറ്റിയ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് പറയുന്നത് ഇതാണ്, അതായത് എന്താണ്, ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട് അവിടെ കള്ളക്കടത്തിന് ഉപയോഗിക്കുന്ന പണമാകെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കപ്പെട്ടു. കാരണം അത് PR ഏജൻസി കൊടുത്താണെന്ന് പറഞ്ഞത്. ഏത് PR ഏജൻസി എന്ന ക്വസ്റ്റ്യനൊന്നും ആൻസർ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം ഒരു ദേശീയ ദിനപത്രത്തിൽ എങ്ങനെ അദ്ദേഹത്തിൻ്റെതായി, പ്രത്യേകിച്ച് ഇത്രയും ഗൗരവമുള്ള ഒരു സെൻറ്റൻസ് എങ്ങനെ വന്നു എന്ന ചോദ്യം മലയാളി ചോദിക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി ഇതുവരെ ഉത്തരവില്ല. അതായത് വർഷം എത്രയെന്ന് ചോദിച്ചാൽ അൻവർ പിണങ്ങിയപ്പോൾ മുതൽ ചോദിക്കാൻ തുടങ്ങിയതാണ്, ആൻസർ ചെയ്യപ്പെട്ടിട്ടില്ല. CPIM-ൻ്റെ സംസ്ഥാന നേതൃത്വം അത് വിശദീകരിക്കുകയോ അത് ഡിസ്കസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെ എടുക്കുന്ന നടപടി അതെന്താണെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടില്ല. രണ്ട്, ഈ കള്ളക്കടത്ത് പണം ഇവർ തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നു, അത് വിശദീകരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ വേറൊന്ന്, മലപ്പുറത്തെ മാത്രം ഒരു എയർപോർട്ടിലെ കൂടെ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ വിശദാംശം സംസ്ഥാന സർക്കാർ പുറത്തുവിടുന്നു. ഈ രാജ്യത്ത് വേറെ എയർപോർട്ടുകളൊന്നുമില്ലേ? രാജ്യത്ത് പോട്ടെ, ഈ സംസ്ഥാനത്ത് വേറെ എയർപോർട്ടുകളില്ലേ? ഈ സംസ്ഥാനത്തെ വേറെ എയർപോർട്ടുകളിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നില്ലേ? സ്വപ്ന സുരേഷ് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയത് ഏത് എയർപോർട്ട് വഴിയാണ്? അപ്പം മലപ്പുറത്ത് മാത്രമുള്ള ഒരു എയർപോർട്ടിലെ കള്ളക്കടത്തിൻ്റെ വിശദാംശങ്ങൾ മാത്രം പുറത്തുവിടുക വഴി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേകമായ അന്തരീക്ഷമുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് CPM-ന് തന്നെയും ആൻസർ പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ നിന്നുകൊണ്ട് M സ്വരാജിനോ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഉത്തരം പറയാൻ കഴിയാത്തതാണ്. കാരണം അതൊരു വലിയ ലാർജർ പ്ലോട്ടിൽ CPM തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ എന്തായിരുന്നു? PV അൻവർ ഒരു പ്രശ്നം ഉയർത്തി പാർട്ടിക്കെതിരെ വരുമ്പോൾ അൻവർ കള്ളക്കടത്തുകാരുടെ ആളാണെന്നും തീവ്രവാദികളുടെ ആളാണെന്നും മലപ്പുറം ലോബിയുടെ ആളാണെന്നും വരുത്തി തീർത്ത് പല ഗോളുകൾ ഒറ്റയടിക്ക് അടിക്കാനുള്ള പ്ലാനിൻ്റെ ഭാഗമായിട്ട് അന്ന് കൊണ്ടുവന്ന ഒന്നാണ്. അങ്ങനെയാണ് ഈ ഹിന്ദുവിൽ ഇൻ്റർവ്യൂ പോലും വന്നിട്ടുള്ളത്. സോ അത് കേവലമായ ഒരു അൻവറിനെതിരായിട്ട് യുദ്ധം മാത്രമല്ല, അത് ഈ സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ ശരീരത്തിലും നമ്മൾ കൊണ്ടു നടക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ബാധിക്കുന്ന, അല്ലെങ്കിൽ ആഴത്തിൽ ബാധിക്കുന്ന പരിക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. CPM എടുത്തു പറയേണ്ട കാര്യമാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് ആ നിലയ്ക്ക് നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് പങ്കാളിത്തമുണ്ട്. സോ അത് ഉയർത്തപ്പെടുന്ന ഒരു ഘട്ടത്തിൽ എന്തുമാത്രം CPM ഡിഫെൻഡ് ചെയ്യാൻ പറ്റും? അത് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറം ജില്ലാ രൂപീകരണത്തിൽ CPM എടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് പറയുന്നു. അന്ന് ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ള ആളുകൾ ഇത് മാപ്പിള സ്ഥാനം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് എതിർപ്പ് ഉന്നയിച്ച ആൾക്കാരാണ്. അത് പറയാവുന്ന കാര്യമാണ്, ശരിയാണ്. അപ്പോൾ അജിൻസ് പറഞ്ഞ പോലെ ഞങ്ങൾ അതിൻ്റെ രൂപീകരണത്തിൽ പങ്കാളിയായി എന്നതുകൊണ്ട് ഈ കാലത്ത് ഞങ്ങൾക്ക് അതേക്കുറിച്ച് എന്തും പറയാം എന്നത് ഒരു നിലയ്ക്കും വാലിഡ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല. അങ്ങനെയാണെങ്കിൽ ഇതാ മലപ്പുറം ജില്ല വിഭജിച്ച് രണ്ടാക്കണമെന്ന അഭിപ്രായം ഇപ്പോൾ ഉണ്ട്. ആ അഭിപ്രായത്തെ ആദ്യം എതിർത്ത പാർട്ടി ഏതാണ്? CPM-ആണ്. അന്നത്തെ ജില്ലാ രൂപീകരണത്തെ ഞങ്ങൾ ആരോഗ്യകരമായി പിന്തുണച്ചെങ്കിൽ ഇപ്പോൾ ഇതിന് ഭയങ്കരമായ അഡ്മിനിസ്ട്രേഷൻ ഇഷ്യൂസ് ഉണ്ട്, രണ്ടാക്കണം എന്ന് അഭിപ്രായപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ TK ഹംസയൊക്കെ പറഞ്ഞത് വർഗീയമായ ആശയമാണ്, ഒരിക്കലും പറ്റില്ല എന്നാണ്. അത് അന്നെടുത്ത സമയം ഇന്നും ഇല്ലാത്തത്. ഈ വർഗീയത ഇവിടെ മാത്രമേ ഉള്ളൂ. നെയ്യാറ്റിൻകര ജില്ലയാക്കണമെന്ന് അഭിപ്രായപ്പെടുന്ന ആൾക്കാർ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുള്ളൂ. അതെന്താ വർഗീയമല്ലാത്തത്? മൂവാറ്റുപുഴ ജില്ലയാക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്ന ആൾക്കാരുള്ളൂ. അതിൽ വർഗീയതയില്ല. ഇതിന് മാത്രം എന്താ ഇപ്പോൾ വർഗീയത കാണുന്നത്? അപ്പം പുതിയ മാറിയ കാലത്ത് പുതിയ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങൾ എടുക്കുന്ന സൂക്ഷ്മത എന്താണ്? നിങ്ങൾ കാണിക്കുന്ന കരുതൽ എന്താണ്? അത് കാണിക്കാതെ മാക്സിമത്തിൽ അതിനെ ഒരു പ്രതീകമാക്കി നിർത്തി അതിൻ്റെ വിഭജനം ഉണ്ടാക്കുകയും അതിന് ഡിവിഡൻഡ് എടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടട്ടെ എന്നാണ് ഞാൻ പറയുക. അത്തരം കാമ്പുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അതിന് ആൻസറബിളായ ആളുകളെ കൊണ്ട് അത് പറയിപ്പിക്കാൻ തക്കവണ്ണം കുറച്ചുകൂടി ഷാർപ്പായ പ്രതിപക്ഷം ഉണ്ടാവട്ടെ. ആ കാര്യത്തിൽ പ്രതിപക്ഷവും മലപ്പുറം പ്രശ്നമായിട്ട് ഉയർന്നു വന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ RSSൻ്റെ പോലീസിങ്ങിനെ കുറിച്ചുള്ള പ്രശ്നം ഉയർന്നു വന്ന ഘട്ടത്തിൽ എന്തുമാത്രം സീരിയസ് ആയി എടുത്തിട്ടുണ്ടെന്ന് സ്വയം ചോദിക്കാനുള്ള സന്ദർഭം കൂടിയാണ് ഇത്.